ഇത് വോയിസ് ഓഫ് അറബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. എല്ലാവർക്കും നമസ്കാരം. 7ാം ക്ലാസ് പഠിച്ചവർക്ക് 50,200 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന സർക്കാർ ജോലി അവസരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഒരു മികച്ച അവസരം തന്നെയാണിത്. പ്രായപരിധി, യോഗ്യത, ശമ്പളം, അപേക്ഷിക്കേണ്ട വിധം, അവസാന തീയതി എന്നിവ എല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള പുതിയ ജോലി വിവരങ്ങൾ ആദ്യം അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യൂ. വീഡിയോയിലേക്ക് കടക്കാം. 7ാം ക്ലാസ്സുകാർക്ക് ജോലി, 50,200 രൂപ വരെ ശമ്പളം. 7ാം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര സർക്കാർ ജോലി നേടാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. യോഗ്യരായവർക്ക് PSC വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകാം. തസ്തികയും ഒഴിവുകളും. ആയാ പോസ്റ്റിലേക്കാണ് സ്ഥിര സർക്കാർ നിയമനം. ഡിപ്പാർട്ട്മെൻറ്റ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 608/2025. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 23,000 മുതൽ 50,200 രൂപ വരെ ശമ്പളം ലഭിക്കും. പ്രായപരിധി 18-നും 39-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അവസരം. ഉദ്യോഗാർത്ഥികൾ 2/1/1986-നും 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യത 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. എന്നാൽ ബിരുദം നേടിയിരിക്കുവാൻ പാടില്ല. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപേക്ഷാ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 14/1/2026. 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, 1860 സെൻട്രൽ ആക്ട് പ്രകാരം അഥവാ 1955 ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ ഗ്രാൻഡ് ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാൻഡ് എയ്ഡ് സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ കുട്ടികളുടെ ആയിട്ടുള്ള 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്തത് IPRDക്ക് കീഴിൽ ഓപ്പറേറ്റർ. 7ാം ക്ലാസ്സാണ് യോഗ്യത. സ്ഥിര സർക്കാർ ജോലി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ഫിലിം ഓപ്പറേറ്റർ തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. കേരള PSC നടത്തുന്ന സ്ഥിര നിയമനമാണിത്. താൽപ്പര്യമുള്ളവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകണം. തസ്തികയും ഒഴിവുകളും. നെയിം ഓഫ് പോസ്റ്റ് സിനിമ ഓപ്പറേറ്റർ, ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, കാറ്റഗറി നമ്പർ 570/2025. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 24,400 രൂപ മുതൽ 55,200 രൂപ വരെ ശമ്പളം ലഭിക്കും. പ്രായപരിധി 19-നും
39നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1986നും 1/1/2006നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃത ഇളവുണ്ടായിരിക്കും. യോഗ്യതകൾ: 7ാം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. സിനിമ പ്രോജക്റ്റ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള പ്രവൃത്തി പരിചയം. ഉദ്യോഗാർത്ഥികൾ തൊഴിൽ പരിചയം തെളിയിക്കുന്നത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷാ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 14/1/2026. അടുത്തത് കേരള ഹൈക്കോടതിയിൽ അറ്റൻഡർ 55,200 രൂപ വരെ ശമ്പളം. കേരള ഹൈക്കോടതിയിൽ 7 ഒഴിവുകളിൽ നേരിട്ടുള്ള നിയമനം. ഓൺലൈനായി അപേക്ഷ നൽകുക. തസ്തിക, യോഗ്യത, ശമ്പളം. തസ്തിക 1 ടെലിഫോൺ ഓപ്പറേറ്റർ, +2 ജയം അല്ലെങ്കിൽ തത്തുല്യം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ, 6 മാസ പരിചയം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഫ്ലുവൻസി. ശമ്പളം 31,100 തൊട്ട് 66,800 രൂപ വരെ. അടുത്തത് ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ശമ്പളം 25,100 തൊട്ട് 57,900 രൂപ വരെ. അറ്റൻഡർ ഗ്രേഡ് 2 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ശമ്പളം 24,400 രൂപ മുതൽ 55,200 രൂപ വരെ. അടുത്തത് ഹെൽപ്പർ. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം, ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം. ശമ്പളം 23,700 തൊട്ട് 52,600 രൂപ വരെ. അടുത്തത് ബൈൻഡർ. യോഗ്യത 8ാം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യം. ശമ്പളം 26,500 തൊട്ട് 60,700 രൂപ വരെ. പ്രായം 2/1/1989നും ടെലിഫോൺ ഓപ്പറേറ്റർ 2/1/1987നും 1/1/2007നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അർഹതയുള്ളവർക്ക് ഇളവുണ്ടായിരിക്കും. തെരഞ്ഞെടുപ്പ്, ടെസ്റ്റ്, ഇൻ്റർവ്യൂ മുഖേന. പരീക്ഷാ ഫീസ്: ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ അറ്റൻഡർ 600 രൂപ, ഹെൽപ്പർ 500 രൂപ, ബൈൻഡർ 650. ടെലിഫോൺ ഓപ്പറേറ്റർക്ക് ഫീസില്ല. സിസ്റ്റം ജനറേറ്റഡ് ഫീ പേയ്മെൻറ്റ് ചെലാൻ ഉപയോഗിച്ചോ ഓൺലൈനായോ ഫീസ് അടയ്ക്കാം. പട്ടിക വിഭാഗം, തൊഴിൽ രഹിതരായ ഭിന്നശേഷിക്കാർക്ക് ഫീസില്ല. അപേക്ഷാ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് നിയമന സാധ്യത അങ്ങേയറ്റം. ശമ്പളത്തിനൊപ്പം വൻ ബോണസ് സാധ്യതയും. വെബ്കോയിൽ ഒഴിവുകൾ. വെബ്കോ LDC തസ്തികയിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കേരള PSC തീരുമാനിച്ചു. ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചു. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, LD ടൈപ്പിസ്റ്റ് വിവിധ വകുപ്പുകളിൽ ഉൾപ്പെടെ 56 തസ്തികകളിലേക്കും വിജ്ഞാപനം പുറത്തുവിടും. വളരെയധികം നിയമന സാധ്യതയുള്ള തസ്തികയാണിത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ അപേക്ഷിക്കും. ഒഴിവുകൾ, ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശദാംശങ്ങൾ ഈ ചാനലിൽ ഉടൻ തന്നെ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിലും ഉണ്ടാകും. 2021 ഇതിനു മുമ്പ് അപേക്ഷ ക്ഷണിച്ചത്. 2024 ഫെബ്രുവരി 6 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്.
അതുകൊണ്ട് തന്നെ പുതിയ തസ്തികയിലെ റാങ്ക് ലിസ്റ്റ് 2027 ഫെബ്രുവരിയോടെ പ്രതീക്ഷിച്ചാൽ മതി. പരീക്ഷ അടുത്ത വർഷം നടക്കും. 18 വയസ്സ് മുതൽ 36 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് വെബ്കോ LDC തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ബോണസും കിട്ടും. മികച്ച ബോണസ് ലഭിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് വെബ്കോ. ഈ വർഷം ഓണത്തിന് റെക്കോർഡ് ബോണസാണ് സർക്കാർ അനുവദിച്ചത്. 1,00,000 രൂപയായിരുന്നു ഇത്തവണത്തെ ബോണസ്. കഴിഞ്ഞ തവണ ഇത് 95,000 രൂപയായിരുന്നു. 2023 90,000 രൂപയായിരുന്നു ബോണസ്. അപേക്ഷിക്കേണ്ടത് എങ്ങനെ? വിജ്ഞാപനം പുറത്തുവിട്ടതിന് ശേഷം കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലെ നോട്ടിഫിക്കേഷൻ സെക്ഷൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നിരവധി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന തസ്തിക ആയതിനാൽ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ ആരംഭിക്കുന്നതാണ് ഉചിതം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ഈ ചാനൽ ഉടനെ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് 10ാം ക്ലാസ് മതി. സ്വന്തം ജില്ലയിലെ വില്ലേജ് ഓഫീസിൽ ഫീൽഡ് അസിസ്റ്റൻ്റ് ആകാം. സ്വന്തം ജില്ലയിൽ സർക്കാർ ജോലി, അതും മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക്. PSC വഴി സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന അവസരം എത്തിയിരിക്കുന്നു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗികമായി നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടു. ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം PSC പ്രൊഫൈലിലൂടെ അപേക്ഷ നൽകാം. അവസാന ദിനം വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുന്നതാണ് ഉചിതം. 10ാം ക്ലാസ്സോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷ നൽകാം. നേരിട്ടുള്ള നിയമനമാണ്. പരിചയസമ്പത്ത് ആവശ്യമില്ല. 18 വയസ്സ് മുതൽ 36 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണിത്. എന്തുകൊണ്ട് അപേക്ഷിക്കണം? എല്ലാ ജില്ലകളിലും ഒഴിവുള്ള സർക്കാർ തൊഴിലവസരങ്ങൾ അപൂർവമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ സാഹചര്യത്തിലാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പ്രശസ്തമാകുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും അവസരമുണ്ട്. എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് PSC വ്യക്തമാക്കിയിട്ടില്ല. അപേക്ഷ അയക്കേണ്ടത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ വെബ്സൈറ്റിൽ അപേക്ഷകർ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം. തുടർന്ന് യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷ നൽകാം. ഉദ്യോഗാർത്ഥികൾ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അതത് തസ്തികയിലെ അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സംസ്ഥാനതല റിക്രൂട്ട്മെൻ്റ് അല്ല, ഇത് ജില്ലാതല റിക്രൂട്ട്മെൻ്റാണ്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ഈ തസ്തിക കണ്ടെത്താൻ ജില്ലാതല ഓപ്ഷനുകളാണ് പരിശോധിക്കേണ്ടത്. കാറ്റഗറി നമ്പർ 571/2025. ഇതിനെക്കുറിച്ചുള്ള ഉദ്യോഗാർത്ഥികളുടെ പതിവ് സംശയങ്ങളും ഉത്തരങ്ങളും. 1. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലെ ശമ്പളം എത്ര? ഉത്തരം 23,700 തൊട്ട് 52,600 പേ സ്കെയിൽ. 2. അവസരങ്ങൾ ഏതൊക്കെ ജില്ലകളിൽ? ഉത്തരം എല്ലാ ജില്ലകളിലും അവസരമുണ്ട്. 3. എത്ര വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം? ഉത്തരം 18 തൊട്ട് 36 പ്രായപരിധിയിലുള്ളവർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 4. വിദ്യാഭ്യാസ യോഗ്യത വേണോ പരിചയസമ്പത്ത് വേണോ? ഉത്തരം 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത മതി. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം, പരിചയസമ്പത്ത് ആവശ്യമില്ല. ഈ തസ്തികയിലേക്ക് എന്ന് വരെ അപേക്ഷിക്കാം? 2026 ജനുവരി 14 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ അപേക്ഷ നൽകാം. അപേക്ഷാ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.